ഓപ്പറേഷൻ തൂഫാൻ. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഒറിജിനൽ റിസൾട്ട് എഫക്റ്റ് എപ്പോഴാണ് ശരിക്കും പുറത്തേക്ക് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ഓണത്തിനായിരിക്കും. ഇപ്പോൾ ജൂണായി, ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബർ നമുക്ക് ഓണമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാം. അത് UDF അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും മനോഹരമായ സംഗതിയാണ് ഈ ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ. ഈ ഓപ്പറേഷൻ തൂഫാന് കഴി ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് കഞ്ചാവും മറ്റു ലഹരി പദാർത്ഥങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടോ. ഇതിന്റെ രസം എന്താ വെച്ചാൽ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും, കോവിഡിന് ശേഷമാണ് കേരളത്തിൽ ഇത്രയും അധികം ലഹരി ഉപയോഗം വളരാൻ തുടങ്ങിയത്. കാരണം കോവിഡ് സമയത്ത് പലരും വീട്ടിലിരിക്കുന്ന സമയത്ത് പലർക്കും ഇത് ഈസി ആയിട്ട് അവൈലബിൾ ആയി തുടങ്ങി. ചെറിയ ചെറിയ രീതിയിൽ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ ആളുകൾ ഇതിന് അഡിക്റ്റ് ആയി തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് പോലും പേഴ്സണലായിട്ട് അറിയുന്ന 1-2 ആളുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇവരൊക്കെ ഇനി ഈ ഓണത്തിന് കഞ്ചാവ് അടിച്ചവരും MDMA അടിച്ചവരൊക്കെ തിരിച്ച് മദ്യം കുടിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ 5 വർഷത്തേക്കാൾ ഏറ്റവും കൂടുതൽ റെക്കോർഡ് മദ്യവിൽപ്പന നടക്കാൻ പോകുന്നത് ഈ വർഷത്തെ ഓണത്തിനായിരിക്കും. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് ഗവൺമെന്റ് ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയത്. ലൈക്ക് സൂപ്പർ മാർക്കറ്റ് പോലെ നമ്മളിപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ കാണുന്ന പോലത്തുള്ള ഈ ക്യൂ നിന്ന് വാങ്ങുന്നതിന് പകരം ഒരു സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പിൽ ഷോക്കേസ് ചെയ്തുകൊണ്ടിട്ടുള്ള മദ്യശാലകൾ കൂടി തുടങ്ങി, മദ്യവിൽപ്പന കേന്ദ്രങ്ങളും തുടങ്ങി. അപ്പൊ അതുകൂടി ആളുകൾക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ പോകാനും പർച്ചേസ് ചെയ്യാനും, ഈവൻ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ലാതെ ഈസിലി പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി എന്നുണ്ട് ഇപ്രാവശ്യത്തെ ഓണത്തിനുണ്ട്. അപ്പൊ ലഹരി കുറയ്ക്കുന്നതനുസരിച്ച്, ലഹരിയുടെ പ്രശ്നം, ലഹരിക്ക് 2 പ്രയാസങ്ങൾ. ലഹരി ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നം, പിന്നെ ലഹരി കാരണം ഗവൺമെന്റിന് ഈവൻ സിംഗിൾ റുപ്പി വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ഖജനാവിലേക്ക് ഈ ഓപ്പറേഷൻ തൂഫാൻ കാരണം ഒരു മദ്യം വഴി വലിയൊരു ശതമാനം ഫണ്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമുക്ക് എന്തായാലും ഓണം വരെ കാത്തിരിക്കേണ്ടി വരും.